തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ബാങ്ക് അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചതായി ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. ഇക്കഴിഞ്ഞ ദിവസം നടന്ന നല്ലിടയൻ ഞായറോടനുബന്ധിച്ച് അതിരൂപത പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇതേക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. വിദേശത്തു നിന്ന് പണം എത്തിക്കാനുള്ള FC അക്കൗണ്ടുകളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മരവിപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായ സമരത്തിന് പിന്നാലെ മരവിപ്പിച്ച അക്കൗണ്ട് ഇതുവരെയും ഓപ്പണാക്കിയിട്ടില്ല. വൈദിക സന്യസ്ത വിദ്യാർത്ഥികളുടെ പരിശീലനം, വൈദികരുടെ തുടർ പരിശീലനം, വിരമിച്ച മുതിർന്ന വൈദികരുടെ പരിചരണവും സംരക്ഷണവും എന്നിവയ്ക്ക് 2 കോടിയോളം രൂപ ഓരോ വർഷവും ചിലവഴിക്കേണ്ടതുണ്ടെന്നും കൂടാതെ അതിരൂപതയിലെ നിലവിലുള്ള വിവിധ സംവിധാനങ്ങളുടെയും ശുശ്രൂഷ സമിതികളുടെയും ഫെറോന അതിരൂപതാതല പ്രവർത്തനങ്ങൾക്കും അതിരൂപതയുടെ ദൈനംദിന ചെലവുകൾക്കും ഫണ്ട് ആവശ്യമാണെന്നും സർക്കുലറിൽ പറയുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കാവശ്യമായ പൊതുവായ ഒരു ഫണ്ട് ഈ വർഷം മുതൽ സമാഹരിക്കുകയാണെന്നും ഈ സവിശേഷമായ സംരംഭത്തിൽ ഓരോരുത്തരുടെയും ആത്മാർത്ഥവും ഔദാര്യവും നിറഞ്ഞതുമായ സഹായ സഹകരണവും ഉണ്ടാകണമെന്നും ആർച്ച് ബിഷപ്പ് അഭ്യർത്ഥിച്ചു. വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങളും ആർച്ച് ബിഷപ്പ് സർക്കുലറിൽ സൂചിപ്പിച്ചു. വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് 2 ഘട്ടങ്ങളാണുള്ളത്. 6 വർഷം നീണ്ട മൈനർ സെമിനാരി പരിശീലന കാലവും 7 വർഷം നീണ്ട മേജർ സെമിനാരി പരിശീലന കാലവുമാണ് ഈ 2 ഘട്ടങ്ങൾ. മൈനർ സെമിനാരി പരിശീലന കാലത്തിൽ ഒരു വൈദിക വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ആവശ്യമായി വരുന്നത് ഒരു മാസത്തേക്ക് 7000 രൂപ എന്ന നിരക്കിലാണ്. മേജർ സെമിനാരിയിലെ ഒരു വൈദിക വിദ്യാർത്ഥിക്കാകട്ടെ അവർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പിന് പുറമെ ആവശ്യമായി വരുന്ന തുക 5000 രൂപയാണ്. ഒരു വൈദിക വിദ്യാർത്ഥിയെ സ്പോൺസർ ചെയ്യുക എന്ന പദ്ധതിയുടെ ഏതെങ്കിലും രീതിയിലുള്ള സ്പോൺസേഴ്സ് ആകുവാൻ താൽപ്പര്യമുള്ളവർ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഏതായാലും ആർച്ച് ബിഷപ്പിൻ്റെ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്നാണ് സൂചന.